ഇന്നൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നമുക്ക് നന്നായി ചെത്തിയെടുക്കാം. എങ്ങനെയാണ് പൈനാപ്പിളിൻ്റെ തൊലി ചെത്തുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളേ. ഇനി ഇതിൻ്റെ ഈ കറുത്ത ഭാഗം മുനിയുള്ള കത്തി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ കറുത്ത ഭാഗം എടുത്തു കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാനിത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളേ. ഇനി ഇതിൻ്റെ കൂഞ്ഞിൽ ഭാഗം നീക്കം ചെയ്യാം. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി ഈ സൈസിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അധികം കനം കൂടുകയും വേണ്ട, കുറയുകയും വേണ്ട. ഈ ഒരു സൈസിലാണ് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നിഗമ്പനെ വെള്ളം വേണ്ട കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ ഒത്തില്ല എനിക്ക്. സാധാരണ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 തണ്ട് കറിവേപ്പില ഇടാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചട്ടിയിലോ കുക്കറിലോ ഉണ്ടാക്കാം. ഞാനിന്ന് ചട്ടിയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. മൂടി വെച്ച് വേവിക്കാം. ഈ സമയം അധികം പുളിയില്ലാത്ത തൈര് 1 കപ്പ് എടുത്ത് ഉടച്ചു വയ്ക്കാം. മിക്സിയുടെ ജാറിൽ ഉടച്ചാലും മതി. ഞാൻ ഇന്നിങ്ങനെ ഉടച്ചെന്നേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഇതിനായി 1 മുറി തേങ്ങ, ചെറിയ ഉള്ളി 3-4 എണ്ണം, 2 ചുള വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്. ഇത് നന്നായി മിക്സിയുടെ ജാറിൽ വെണ്ണ പോലെ അരച്ചെടുക്കുക. വെണ്ണ പോലെ അരച്ചെടുത്ത അരപ്പാണിത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം അരഞ്ഞു പോകല്ലേ. പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ചില പീസസ് ഒന്ന് ജസ്റ്റ് ഉടച്ചെടുക്കുക. തവി കൊണ്ട് തന്നെ ഉടച്ചാൽ മതി. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തു. നന്നായി തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഉടച്ചു വെച്ച തൈര് ചേർക്കാം. ഇപ്പോൾ ഞാൻ സിമ്മിലാണ് തീയിട്ടിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉടച്ച തൈര് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കരുത്. ഈ സമയം ഉപ്പും മധുരവും ഒന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടുമ്പോൾ തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന
പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർക്കുക. സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡിയായിരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.